സൂപ്പർ കൺമണി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബലരാമൻ ആകെ ധർമ്മസങ്കടത്തിലായി ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരിക്കും നമ്മുടെ ഭാഗ്യശ്രീയെ തട്ടിക്കൊണ്ടുപോയി മാനസികമായിട്ടുള്ള തന്റെ വിവാഹം നടത്തി വെക്കാൻ ശ്രമിക്കുന്നത്? മാനസിയായിരിക്കുമോ അതോ ഇനി സുമിത്രയോ തന്റെ വളർത്തച്ഛനോ വളർത്തമ്മയും തന്നെയായിരിക്കുമോ എന്ന് പല സംശയങ്ങളിലും ഇങ്ങനെ അകപ്പെട്ട് നടക്കുന്നുവെങ്കിലും സത്യങ്ങളൊന്നും മറ്റാരുടെയും ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ കൃഷി പോലും ബലരാമന്റെ രീതികളും സ്വഭാവവും ഒക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണെന്ന് പറഞ്ഞ് കൃഷിയാണെങ്കിൽ അങ്ങ് പോകുന്ന സമയത്ത് സുചിത്രയ്ക്കാണെങ്കിൽ ബലരാമനെ കുറച്ച് ദിവസത്തിന് ശേഷം അല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ തിരക്കിൽ നടക്കുന്ന സമയത്ത് ബലരാമനാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം സുചിത്രയോട് പറയുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മാനസയെ തന്നെ, അതായത് അമ്മ ആദ്യം വിവാഹം ആലോചിച്ചില്ലേ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചാലോ? അത് കേട്ട് ആകെ ഞെട്ടുന്നുണ്ട് ബലരാമന്റെ അമ്മ. കാരണം മാനസ ഒരു കള്ളിയാണെന്നും അവൾ കാണിച്ച കള്ളത്തരമെല്ലാം തെളിവോടെ ഭാഗ്യശ്രീ കണ്ടുപിടിച്ചു കൊടുത്തതിന്റെ പേരിലാണ് ബലരാമനും മാനസികമായിട്ടുള്ള വിവാഹം മുടങ്ങിയത്. വീണ്ടും ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുകയും ഇടിപിടിയെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്ന് തിരക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹമാണ്. ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടാണല്ലോ ആ പെൺകുട്ടിയെ സ്നേഹിച്ചത്. പിന്നെ അവൾ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്കല്പം വിരോധവും ദേഷ്യമൊക്കെ തോന്നിയെന്നുള്ളത് സത്യമാണ്. എങ്കിലും ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചാലോ? അവൾ ആ സാഹചര്യത്തിന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതാണെങ്കിലോ എന്നൊക്കെ എനിക്കൊരു തോന്നലെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നു, കണ്ടോ പാവം ബലരാമന് പോലും മാനസയുടെ നിരപരാധിത്വം മനസ്സിലായി, എന്നിട്ട് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ലല്ലോ. നീ എടുത്ത തീരുമാനം വളരെ നല്ലതാ മോനെ എന്നൊക്കെ പറഞ്ഞു ആൻറ്റിയമ്മയാണെങ്കിൽ ബലരാമനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം കൺമണിയാണെങ്കിൽ വിളക്കിന്റെ മുമ്പിൽ തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് താൻ ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. ഒന്ന് സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉടനെ അതില്ലാണ്ടാക്കരുതേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അതേസമയം കാറ്റടിച്ച് നമ്മുടെ ദീപം കെടുന്നുണ്ട്. അതൊരു ദുസൂചന തന്നെയാണ്. തന്റെ ജീവിതത്തിലേക്ക് എന്തോ ഒരു ദുരന്തം വരാൻ പോകുന്നെന്നുള്ള ദുസൂചന ദൈവമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നു. ഭാഗ്യശ്രീയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും വീഡിയോ കോൾ വഴി ബലരാമനെ അത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. ഭാഗ്യശ്രീയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടിട്ട് ഭാഗ്യശ്രീക്കാണെങ്കിൽ ഒരു പനി വന്നാൽ പോലും സഹിക്കാത്ത ബലരാമന് കത്തി കാണിച്ച് അവളെ പേടിപ്പിക്കുന്നത് കണ്ടിട്ട് ആകെ വിഷമവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതേസമയം കൺമണിയുടെ അച്ഛൻ കൺമണിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇന്നലത്തെ വിഷമമൊന്നും ഇതുവരെ മാറിയില്ലേ? മാറി അച്ഛ എന്നൊക്കെ പറയുന്നെങ്കിലും അവളുടെ മുഖം കാണുമ്പോൾ ശ്രീനിവാസന് കാര്യങ്ങൾ മനസ്സിലാകുന്നു. എന്തോ ഒരു വിഷമം മോളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ശ്രീനിവാസനും സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും കൺമണിയുടെയും കൃഷിന്റെയും വിവാഹത്തിനു മുമ്പ് ഇങ്ങനെ പോകുവാണെങ്കിൽ മാനസയെയും ബലരാമനെയും സുമിത്ര വിവാഹം നടത്തി ഒന്നിപ്പിക്കും. നമ്മുടെ മീരയായിരിക്കും ബലരാമന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതെന്നുള്ള ധാരണയൊക്കെ തെറ്റായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കഥ പോകുന്നു. എന്തായാലും മാനസയും ബലരാമനും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മുടെ ഭാഗ്യശ്രീയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. കൃഷിനോടും കൺമണിയോടും ഇതുവരെ സത്യങ്ങൾ പറയാത്തത് കൊണ്ട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു.